ഭാഷാ പണ്ഡിതനാണ് അല്ലാമ അസ്മഈ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഭാഷാ പണ്ഡിതനാണ്. അദ്ദേഹം ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുന്ന കഥ പറയുന്നുണ്ട്. ഒരു ഗ്രാമത്തിൽ അദ്ദേഹം ഒരു പാറക്കല്ല് കാണുന്നു, വലിയ ഒരു പീസ് ഓഫ് റോക്ക്. ആ പാറയിൽ ഒരു കവിത എഴുതി വെച്ചിട്ടുണ്ട്, അറബിയിൽ 2 വരി. അയാ മഅ്ശറൽ ഉശ്ശാഖി ബില്ലാഹി ഖബ്ബിറൂ, അയാ മഅ്ശറൽ ഉശ്ശാഖി ബില്ലാഹി ഖബ്ബിറൂ, ഇദാ ഹല്ല ഇശ്ഖുൻ ബിൽ ഫതാ കൈഫ യസ്നഉ. കൗതുകമുള്ള ഒരു സംഭവമാണിത്. ഒരു പാറക്ക് മുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അയാ മഅ്ശറൽ ഉശ്ശാഖി ബില്ലാഹി ഖബ്ബിറൂ, പ്രേമിച്ച് നടക്കുന്നവരെ, പ്രേമം തലക്ക് പിടിച്ച ആളുകളെ, അല്ലാഹുവിനെ വിചാരിച്ചൊന്ന് പറഞ്ഞു തരുമോ? ഇദാ ഹല്ല ഇശ്ഖുൻ ബിൽ ഫതാ കൈഫ യസ്നഉ. ഒരു യുവാവിന് വിവാഹിതനാവാതെ മറ്റൊരു പെണ്ണുമായി സ്നേഹമോ പ്രേമമോ തോന്നി പ്രേമത്തിൽ അകപ്പെട്ടാൽ, പ്രേമത്തിന്റെ ഭ്രാന്ത് പിടിച്ചാൽ അവൻ എന്തു ചെയ്യണം എന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ് ആ വരിയുടെ സാരം. അൽ അസ്മഈ ഭാഷാ പണ്ഡിതൻ, നഹ്വ് അദ്ദേഹത്തിന്റെ സ്പെഷ്യലൈസേഷനാണ്. അപ്പൊ താഴെ ഒരു കല്ലുണ്ട്, ആ കല്ലിൽ ഇതാരെഴുതി വെച്ചു എന്ന് അസ്മഈക്ക് അറിയില്ല. അല്ലാമ അൽ അസ്മഈ അദ്ദേഹം അതിന്റെ താഴെ ഉള്ള ഒരു കല്ലിൽ ഒരു വരി മറുപടി എഴുതി വെച്ചു പോയി. മറുപടി ഇങ്ങനെയായിരുന്നു, യുദാരി ഹവാഹു സുമ്മ യക്സൂമു ഹമ്മഹു, യുദാരി ഹവാഹു സുമ്മ യക്സൂമു ഹമ്മഹു, ويقنع بكل الأمور ويخنع. പ്രേമത്തിൽ പെട്ടുപോകുന്ന ഒരാൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് അസ്മഈ ഒരു കരിയെടുത്ത് ആ പാറയിൽ എഴുതി വെച്ചു കൊടുത്തു, യുദാരി ഹവാ, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് നീങ്ങേണ്ടവനല്ല മനുഷ്യൻ. സുമ്മ യക്സൂമു ഹമ്മഹു, പ്രേമം കൊണ്ടുണ്ടാകുന്ന നൈരാശ്യമോ സങ്കടമോ അവന്റെ വിഷമമോ മറച്ചു വെക്കുകയും ശരീരത്തിന് തോന്നുന്നത് ചെയ്യാൻ ശരീരം അഴിച്ചുവിടാതെ പിടിച്ച് ആത്മനിയന്ത്രണം ചെയ്യണം. വയഖ്നഉ ബികുല്ലിൽ ഉമൂരി വയഖ്നഉ, മനസ്സിന്റെ നിലതെറ്റാതെ ആത്മനിയന്ത്രണത്തോടുകൂടെ സ്വയം നിയന്ത്രിതനായി ജീവിക്കണം. ഒരാൾക്ക് അത്തരം സന്ദർഭങ്ങൾ എത്തിപ്പെട്ടാൽ, ഇത് എഴുതി വെച്ചിട്ട് അസ്മഈ തിരിച്ചു പോകും. 2 ദിവസം കഴിഞ്ഞ് എന്ന് നോക്കുമ്പോ അസ്മഈക്ക് കൗതുകമായി. ആ വരിയുടെ താഴെ മറ്റൊരാൾ എഴുതി വെച്ചിട്ടുണ്ട്, അതേ ആള് തന്നെ, وكيف يداري والهوى يفجأ الحشا وفي كل يوم قلبه يتوجع. രണ്ടാളും കാണുന്നില്ല ആരായി എഴുതി വെക്കുന്നത്. പ്രേമത്തിൽ അകപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ എന്തു ചെയ്യണം എന്നതിന് അസ്മഈ മറുപടി പറഞ്ഞു, ആത്മനിയന്ത്രണം ചെയ്യണം. ഇയാളുടെ മറുപടി, وكيف يداري والهوى يفجأ الحشا وفي كل يوم قلبه يتوجع. എങ്ങനെയാണ് ഈ ആത്മനിയന്ത്രണം സാധ്യമാവുക? ഹൃദയം വിറങ്ങലിച്ച് പിടപിടക്കുന്ന പ്രേമത്തിലാണ് ഞാൻ പെട്ടുപോയത്, എനിക്ക് ആത്മനിയന്ത്രണം സാധ്യമാകുന്നില്ല. അപ്പൊ അസ്മഈ അതിനൊരു മറുപടി എഴുതി വെക്കാൻ തീരുമാനിച്ചു. താഴെ അസ്മഈ ഇരുവരെ എഴുതി, إذا لم تجد حلا إذا لم يجد حلا لكتمان عشقه فليس له شيء سوى الموت ينفع.
പ്രേമം മനസ്സിന് തലക്കടിച്ചിട്ട് വഴിപെട്ടുള്ള ജീവിതവും നിസ്കാരവും അവന്റെ ജീവിതമെല്ലാം താളം തെറ്റി നിനക്ക് നിന്നെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ നിനക്ക് മരണമാണ് നല്ലത്. അതാണ് അവരുടെ അർത്ഥം. ഇദാ ലം യജിദ് ഹല്ലൻ ലികിത്മാനി ഇശ്ഖിഹി ഫലൈസ ലഹു ശൈഉൻ സിവൽ മൗതി യൻഫഉ. അതും എഴുതി വെച്ചിട്ട് അസ്മഈയുടെ ഇറങ്ങി വന്നു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് അസ്മഈ ആ വഴിക്ക് ഒന്നുകൂടെ ചെന്ന് നോക്കുമ്പോൾ ഒരു വരി കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു ഖബറും കാണുന്നുണ്ട്. ഒരാളുടെ ഖബർ അവിടെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരാൾ അസ്മഈ ആ നാട്ടുകാരനല്ല. ഭാഷാ ചരിത്രത്തിൽ അസ്മഈയുടെ യാത്രകൾ വളരെ കൗതുകമാണ്. ഈ പാറക്ക് താഴെ മറുപടിക്ക് മറുപടിയുമുണ്ട്. അവിടെ ഒരു ഖബറും കാണുന്നു. ആ ഖബറിന്റെ അരികിൽ ചേർന്ന് നിൽക്കുന്ന പാറക്കല്ലിൽ ഒരു വരി കണ്ടു. സമിഅനാ അത്അനാ ثم متنا فبلغوا سلامي لمن قد كان بالوصل يمنعوا. سمعنا أطعنا ثم متنا فبلغوا سلامي لمن قد كان بالوصل يمنعوا. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, കേട്ടതുപോലെ അനുസരിച്ചു. അവസാനം മരിക്കലാണ് പരിഹാരം എന്നല്ലേ പറഞ്ഞത്? ഞാൻ മരിച്ചു. മരിക്കുന്ന മുമ്പ് എഴുതി വെച്ചതാണ്. സമിഅനാ അത്അനാ ثم متنا فبلغوا سلامي لمن قد كان بالوصل يمنعوا. എന്റെ പ്രേമഭാജനത്തോട് ചെന്ന് പറഞ്ഞു കൊടുക്കണേ, ഞാൻ ആരെയാണോ പ്രേമിച്ചിരുന്നത് അവളോട് ചെന്ന് പറഞ്ഞു കൊടുക്കണേ, നിന്നെ പ്രാപിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ നിന്റെ കാമുകൻ മരണം വരിച്ചിരിക്കുന്നു എന്ന് എന്റെ സലാമെന്ന് പറഞ്ഞു കൊടുക്കണേ, എന്റെ അന്വേഷണം എന്ന് അറിയിക്കണേ എന്ന് പറഞ്ഞ പാറക്കല്ലിൽ മറുപടി എഴുതി വെച്ച് ഒരു ഖബറാണ് കാണുന്നത്. ചിലപ്പോ ഇങ്ങനെയാണ് വിദ്യാഭ്യാസമുള്ള, അറിവുള്ള, ജ്ഞാനമുള്ള, നല്ല കഴിവുള്ള വിദ്യാർത്ഥിനികൾ ജീവിതത്തിന്റെ ഉത്തുംഗതയിലേക്കുള്ള യാത്രയിൽ എവിടെയോ ഇതുപോലുള്ള വഴിപിഴച്ച ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ എല്ലാം തകർന്ന് അവസാനിക്കുന്ന എത്രയെത്ര കാഴ്ചകൾ, എത്ര കുടുംബങ്ങളാണ് തകർന്നു പോകുന്നത്, എത്ര ബന്ധങ്ങളാണ് ശിഥിലമായി പോകുന്നത്. മയക്കുമരുന്നിന്റെയും പെണ്ണിന്റെയും വഴിവിട്ട ജീവിതത്തിന്റെയും വഴികളിൽ നമ്മുടെ യുവാക്കൾ ചെന്ന് പെടുമ്പോൾ സമിഅനാ അത്അനാ ثم متنا فبلغوا سلامي لمن قد كان بالوصل يمنعوا. സത്യത്തിൽ ഭൗതികമായ മരണമല്ലെങ്കിൽ തന്നെയും കഴിവുകൾ മരവിച്ചു പോവുകയും എത്ര ആളുകൾ തലക്കടിച്ചിട്ട്, പ്രേമം തലക്കടിച്ച് ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുത്തി കളയുന്ന വിധത്തിൽ വഴിതെറ്റി ജീവിക്കുന്ന ഒരു തലമുറയാണ് ഈ ഉമ്മത്തിന്റെ മുമ്പിലുള്ളത് എങ്കിൽ കരകയറാൻ പ്രയാസമാണ്.